മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ വിവരിക്കുന്നത്. നമ്മുടെ മോഹങ്ങളെ നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളത് നിറവേറാനുള്ള ശ്രമവും നടത്തണ്ട, അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയും വേണ്ട. അതിനെ അംഗീകരിക്കുക. എന്റെ മനസ്സിപ്പോൾ ഒരു മോഹം കൊണ്ടുവന്നു, എനിക്കൊരു ആഗ്രഹമുണ്ടായി, എനിക്കൊരു തൃഷ്ണയുണ്ടായി, എനിക്കൊരു അതിമോഹമുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ അംഗീകരിക്കുക, അതിനെ നിരീക്ഷിക്കുക, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക. നീ അവിടെ ഇരുന്നു എന്ന് പറയുക. ക്രമേണ ക്രമേണ അത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകും. നമ്മൾ സ്വയം പറഞ്ഞാൽ മതി, എനിക്ക് പറ്റുന്ന കാര്യമല്ല, സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ വാങ്ങിയാൽ കൊള്ളാമെന്ന് എന്റെ മനസ്സ് എന്നോട് പറയുന്നു. കാറിന്റെ കാര്യമൊന്നും പറയാത്തത് നമുക്ക് ശ്രമിച്ചാൽ പറ്റുന്ന കാര്യമായതുകൊണ്ടാണ്. ഹെലികോപ്റ്റർ കിട്ടിയാൽ കൊള്ളാം, ഒറ്റയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണോ തോന്നി പോലെ പോകാം എന്നെന്റെ മനസ്സിന് എന്നോട് പറയുന്നു. പക്ഷെ അത് ഹെലികോപ്റ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറയും, തനിക്ക് സുഖമില്ലാത്തതാണോ എന്ന് ചോദിക്കും. കാരണം വലിയ മോഹമാണ്. പക്ഷേ ഹെലികോപ്റ്റർ പോലുള്ള എക്സാമ്പിളുകൾ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനോട് പറയുക, ഈ ജന്മമല്ല, ഒരു 500 ജന്മം എടുത്താലും എനിക്കൊരു ഹെലികോപ്റ്റർ സ്വന്തമായി വാങ്ങി ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാണ് ആ സമയം കളയുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ആ മോഹം അങ്ങ് പോകും. പിന്നെ ചെറിയ ചെറിയ മോഹങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോവില്ല. പക്ഷെ അപ്പോഴും പറയുക, അത് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്തിനാണ്, ഇതെന്റെ മോഹമല്ലേ, മനസ്സിന്റെ വെറും തോന്നലല്ലേ, എനിക്കിതിന്റെ ആവശ്യമില്ലല്ലോ എന്ന സമാധാനത്തോടെ ഒരു 10 തവണ പറഞ്ഞ് കണ്ണുടച്ചുകൊണ്ടിരുന്നാൽ തന്നെ ആ മോഹം അങ്ങ് പൊയ്ക്കോളും. ഒന്നിനെയും അടിച്ചമർത്തേണ്ട കാര്യമില്ല. നമുക്ക് ബോധം ഉണ്ടായിരുന്നാൽ മതി. നമുക്കില്ലാത്തൊരു സാധനം അതല്ലേ. നമുക്ക് ബോധം ഉണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ചിന്തകൾ വരുമ്പോ നമ്മൾ ബോധത്തെ കൊണ്ട് അതിനെ നിയന്ത്രിക്കുക. ജീവിതത്തെ കുറിച്ച് പഠിക്കുക. കുറേയേറെ വസ്തുക്കൾ വാരിക്കൂട്ടിയാലോ, കുറെ പദവികൾ നേടിയെടുത്താലോ, കുറേയേറെ പണമുണ്ടാക്കിയാലോ ജീവിതം പൂർണ്ണമാകുമെന്നുള്ള ചിന്ത തെറ്റാണെന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അത്യാഗ്രഹി ആകാതിരിക്കുക. ആഗ്രഹങ്ങൾ അത് മനുഷ്യന് ആവശ്യമാണ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് നടപ്പിലാക്കുന്നതൊക്കെ രസമുണ്ട്. ജീവിതവും ഒരു മിനിമം രസമുണ്ട്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. പക്ഷെ കയ്യിൽ നിൽക്കുന്നതാണെന്ന് ഉറപ്പിച്ചോണം. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് പറഞ്ഞ് കയറി പിടിക്കും. പക്ഷെ അത് പർവ്വതം പോലെ പിന്നെ വളരും. നമ്മളെ മനസ്സ് നമ്മളെ പറ്റിക്കുന്നത് അങ്ങനെയാണ്. ചെറിയ മോഹമാണ്, ചെറിയ ആഗ്രഹമാണെന്ന് തോന്നും. ശ്രദ്ധിച്ചുകൊള്ളുക. എപ്പോഴും അത്യാഗ്രഹി ആകാതിരിക്കുക, ആർത്തി കാണിക്കാതിരിക്കുക. സ്വന്തം ശേഷിക്ക് അപ്പുറം, സ്വന്തം കഴിവിനപ്പുറം ഒന്നും ഒരിക്കലും ഈ പ്രകൃതിയോടോ ഈ പ്രപഞ്ചത്തിനോടോ ഈശ്വരനോടോ ചോദിക്കാതിരിക്കുക. നമ്മൾ ചോദിച്ചാൽ ഉടൻ തരികയൊന്നുമില്ലെങ്കിലും നമ്മൾ നിരന്തരം നമ്മുടെ ശേഷിക്ക് അപ്പുറത്ത് ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. നമ്മുടെ ആഗ്രഹം തന്നെ ഈശ്വരനെ അറിയുമല്ലോ. നമ്മളെ ക്ഷേത്രത്തിൽ പോയി കൈകൂപ്പി പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മളെ സ്വന്തം ഉറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഈശ്വരനെ അറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കാതിരിക്കുക, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലാതെ ഒന്നും കൊത്താതിരിക്കുക. ഭഗവാൻ പറയുന്ന വാക്കാണ്. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം കൊത്തുക. നമുക്ക് നമ്മുടെ കൊക്കിലൂടെ എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നത് മാത്രം എടുക്കുക. ചില പക്ഷികളൊക്കെ കൊത്തിയെടുക്കുന്ന കാണാമല്ലോ. ഇവർക്കും അത് കളഞ്ഞിട്ട് പോകേണ്ടി വരും. നമ്മൾ മനുഷ്യൻ എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ അമിതമായി ആർത്തി കാണിച്ച് അത്യാഗ്രഹത്തോടെ ഓരോന്നിൽ കയറി പിടിക്കും. അത് നമ്മളെയും കൊണ്ട് അത് ഇവിടുത്തെ പോവുള്ളൂ. മനസ്സ് വളരെ വളരെ കൗശലമുള്ള ഒരു മോഹം ഒഴിയുമ്പോൾ വേറൊന്ന് ഇങ്ങനെ ക്യൂ നിർത്തി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സെന്നറിയുക. മനസ്സ് എപ്പോഴും നമ്മളോട് പണമുണ്ടാക്കൂ, അധികാരം നേടൂ, പ്രസിദ്ധി നേടൂ, പ്രശസ്തനാവൂ, ആത്മീയതയിലൂടെ മുന്നേറൂ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഗുരു ആവാൻ ശ്രമിക്കൂ, വളരെ പ്രശസ്തനാവൂ, അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ധാരാളം പേര് നിങ്ങളുടെ ശിഷ്യനാവും, നിങ്ങളെ ധാരാളം പേര് തൊഴും, നിങ്ങൾക്കൊരു ദൈവതുല്യനായി തീരാം എന്നൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കും മനസ്സ്. ഏതെല്ലാം രീതിയിൽ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കുന്നു. യഥാർത്ഥത്തിൽ മനസ്സ് നമ്മളെ പറ്റിക്കുന്നതല്ല, അത് വേറെ കാര്യം. അത് നമുക്ക് പിന്നെ പറയാം. അത് നമ്മുടെ കർമ്മമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാണ്. നമ്മളെ അടങ്ങി ഒതുങ്ങി ജീവിക്കുമോ എന്ന് നമ്മളെ നോക്കുന്നതാണ് മനസ്സ്.
മനസ്സിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന് കാരണം അതിന്റെ പിന്നിൽ ഈശ്വരനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഈശ്വര വിശ്വാസവും ഈശ്വര നാമജപവും വളരെ അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം. ഈശ്വര വിശ്വാസി അല്ലാത്ത ആളിന്, ഈശ്വരനാമം ജപിക്കാത്ത ആളിന്, യുക്തിവാദികൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അവർക്ക് നിയന്ത്രിക്കാനൊക്കെ പറ്റും, പക്ഷേ അവര് നിയന്ത്രിച്ചു കൊടുക്കും എത്തിച്ചേരുന്നത് ഒരു വിശ്വാസി എത്തിച്ചേരുന്ന സ്ഥലത്തായിരിക്കില്ല എന്ന് മാത്രം. ആഗ്രഹം നിസാരമല്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ ദേവസ്ഥാനം വരെ ചോദിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, ദേവനും ദേവിയും ആവാൻ വരെ നമ്മൾ ഇവർക്ക് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആയി എന്ന് നമ്മൾ ഇവർക്ക് കരുതുകയാണ്. നമ്മൾ വലിയ മഠങ്ങളൊക്കെ സ്ഥാപിച്ച് ഗുരുവായിരിക്കുകയാണ്. നമ്മൾ ധാരാളം പേരെ അനുഗ്രഹിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സ് നമ്മളെ മോഹിപ്പിച്ച് പറ്റിക്കുന്നതാ. ഇതൊക്കെ മനസ്സിലാക്കൂ. നമ്മളെ പറ്റിക്കുന്നതാണ് നമ്മുടെ മനസ്സെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. വളരെ സാവധാനം ജീവിക്കൂ. ജീവിതം വളരെ ലളിതമാക്കൂ. ആഗ്രഹം വളരെ ലളിതമായ ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കൂ. നമ്മുടെ ഡ്രസ്സിങ് ഉൾപ്പെടെ, നമ്മുടെ ആഹാരം ഉൾപ്പെടെ, നമ്മുടെ ജീവിത രീതി വളരെ സിമ്പിൾ, വളരെ ലളിതമാക്കുക ശ്രമിക്കുക. എന്നിട്ട് ജീവിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കുക. കഠിനമായി അധ്വാനിക്കുക. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ, ലളിതമായ ആഗ്രഹങ്ങളാക്കി മാറ്റുക. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എടുത്തുചാടി ഇന്ന് തന്നെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നാളെ ഞാൻ സമാധാനം അനുഭവിച്ചിരിക്കും എന്ന് നമ്മൾ അക്ഷമ കാണിക്കാതിരിക്കുക. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എക്സ്പെക്ട് ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് എന്നാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കൂ, ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് പ്രതീക്ഷിക്കൂ. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉടൻ നടക്കുമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ലേ നമുക്ക് മോഹഭംഗം ഉണ്ടാവുകയും നമുക്ക് ആകെ നിരാശ ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരെ തിരിച്ച് പ്രതീക്ഷിക്കാൻ, എക്സ്പെക്ട്, നിങ്ങൾ പ്രതീക്ഷിക്കൂ ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പ്രതീക്ഷിക്കാൻ, പരാജയം ഉറപ്പാണെന്ന് പ്രതീക്ഷിക്കാൻ, വലിയ വലിയ മോഹങ്ങൾ കൊണ്ടു നടന്നിട്ട് അത് നടപ്പിലാവുമെന്ന് പ്രതീക്ഷിക്കാതെ നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്ന് പ്രതീക്ഷിക്കൂ. അപ്രതീക്ഷിതമായി വല്ലതും സംഭവിക്കുമ്പോൾ നമ്മൾ ഞെട്ടി ബോധം കെട്ട് വീഴാതിരിക്കാൻ ഈ ടെക്നിക്ക് വളരെ നല്ലതാണ്. എപ്പോഴും എന്തും സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കൂ. എക്സ്പെക്ട് ദ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ്. ബ്രിട്ടീഷുകാരൻ കണ്ടുപിടിച്ചൊരു, എല്ലാ രാജ്യത്തുമുള്ള ഒരു ചൊല്ലാണ് ഇത്. എക്സ്പെക്ട് ദി മോസ്റ്റ് അൺഎക്സ്പെക്ടഡ്. ഒരു മനുഷ്യന് ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളാരും ഒരിക്കലും അൺഎക്സ്പെക്ടഡ് അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും നടക്കും എന്നുള്ള രീതിയിലാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നടക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചാൽ നടക്കില്ല എന്നും ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഉണ്ട്. നമ്മൾ ആ ഭാഗം ഇപ്പൊ ഇവിടെ എടുക്കുന്നില്ല. പോസിറ്റീവായ കാര്യങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ട് ഈശ്വരന് വിട്ടുകൊടുത്താൽ ഈശ്വരൻ അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. അതുവരെ മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കി നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണൂ, നിങ്ങൾ വീണ്ടും സ്വപ്നം കാണൂ, നിങ്ങൾ പ്രതീക്ഷിക്കൂ, കൂടുതൽ പ്രതീക്ഷിക്കൂ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്നത്. ഇത് മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഇത് ഏകദേശം ഒരു സ്പിരിച്വൽ ചിന്താഗതികൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ആഗ്രഹത്തെ കുറിച്ച് പറയുന്നു. അമിതമായി ആഗ്രഹിക്കാതിരിക്കൂ, മോഹിക്കാതിരിക്കൂ, അതിന്റെ പിന്നാലെ ഓടി നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കൂ. ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയുന്നതില് 1000 പേർക്ക് അവരെ ഒരു സ്വപ്നം നടപ്പിലാക്കിയിട്ടുണ്ടാവാം. ഒരാളിന് ഒരു റാങ്കോ 2 പേർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഒരാളിന് ചിലപ്പോൾ IAS പരീക്ഷ കിട്ടിയിട്ടുണ്ടാവാം. 10 ലക്ഷം പേര് മോഹിച്ചിടത്താണ് ഒരാളിനൊന്ന് കിട്ടുന്നത്. ബാക്കി എത്ര പേര് അവിടെ നിരാശ ബാധിച്ചു എന്നൊന്നും ഇവരാരും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ആ ടെക്നിക്കിലോട്ട് പോവാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ. നമ്മളിൽ ഈശ്വര വിശ്വാസം കുറവാണെങ്കിൽ, നമ്മൾ ആത്മീയമായി ദുർബലമാണെങ്കിൽ, നമുക്ക് സ്പിരിച്വൽ ചിന്താഗതി വളരെ കുറവാണെങ്കിൽ നമ്മളിൽ മോഹങ്ങൾ നിറഞ്ഞിരിക്കും. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. നമ്മൾ അതിമോഹിയായി തീരും. നമ്മൾ നേരെ തിരിച്ച് ഈശ്വര വിശ്വാസം, ഈശ്വരനോട് അടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വരും. അങ്ങനെ നിയന്ത്രണത്തിൽ വരുന്ന മനസ്സിൽ മോഹങ്ങൾ കുറയും, അതിമോഹങ്ങൾ കുറയും.
തൃഷ്ണകൾ കുറയും, അത്യാഗ്രഹം കുറയും, ആർത്തി കുറയും, നമ്മളിൽ സമാധാനമുണ്ടാവും. അത് മനസ്സിലാക്കുക. ഇത് ശരിക്കും ഈശ്വര വിശ്വാസവുമായി വളരെ ബന്ധമുള്ള കാര്യമാണ്. ഈ മോഹവും അതിമോഹവും അത്യാഗ്രഹവും ആർത്തിയും ഒക്കെ അത് ഇല്ലാതാകണമെങ്കിൽ നമ്മളൊരു വിശ്വാസിയായി മുന്നോട്ട് പോകണം. നമ്മുടെ ചിന്തയെ സമയം കിട്ടുമ്പോഴൊക്കെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ശ്രമിക്കുക. ധ്യാനം എന്ന് പറയുന്ന അതിനാണ് മെഡിറ്റേഷൻ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു എന്ന് കുറച്ചു നേരം കണ്ണടച്ചോ കണ്ണടയ്ക്കാതെയോ ഇരുന്ന് നമ്മൾ വീക്ഷിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് നിരന്തരം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായി, ഒരു ക്യാരക്ടറായി മാറും. അത് ഈശ്വര നാമജപത്തോടുകൂടി ചെയ്താൽ ക്രമേണ നാമജപം ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. അതിനെയാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ. ചിന്തകളില്ലാത്ത ചിന്താരഹിതമായ മനസ്സ്. അങ്ങനെ ചിന്താരഹിതമായ മനസ്സുണ്ടാക്കിയെടുത്ത് ശീലിച്ച് ക്രമേണ നമ്മളിൽ മോഹങ്ങളുടെ എണ്ണം വളരെ വളരെ കുറയും. നമ്മുടെ മനസ്സിന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും സാക്ഷിയാവുക. നമ്മുടെ മനസ്സ് വേറെ, നമ്മൾ വേറെ എന്ന് പറഞ്ഞ് നമ്മൾ സാക്ഷിയായി നിൽക്കുക. മനസ്സിൽ എന്ത് ചിന്ത വന്നാലും, പ്രത്യേകിച്ച് മോഹങ്ങൾ വരുമ്പോൾ നമ്മൾ ഞെട്ടി ഉണർന്ന് നോക്കുക. എന്നിട്ട് മനസ്സിനോട് പറയുക, എന്തിനാണ് ഈ മോഹം, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുക. സാക്ഷിയാവുക. ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ഈശ്വരനെ, പ്രപഞ്ച നിയമങ്ങളെ അംഗീകരിച്ച് അതിനോടൊപ്പം പോവുക. ഈ പ്രപഞ്ചം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കിട്ടും. ബാക്കി നമ്മുടെ അതിമോഹങ്ങൾ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഈ പ്രകൃതിയോടൊത്ത്, പ്രപഞ്ചത്തിനോടൊത്ത് നമ്മൾ സാവധാനം മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ നമ്മുടെ മുന്നിൽ മോഹങ്ങൾ ഒഴിഞ്ഞ വഴി ലഭിക്കും. മോഹങ്ങൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു മാറും. നമ്മളെ കുറിച്ച് പഠിക്കുക. എപ്പോഴും നമ്മൾ അതാണ് പറയുന്നത്. നമ്മളെ കുറിച്ച് അറിയുക, നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുക. ജീവിത പാഠങ്ങൾ. രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആര്, നമ്മൾ എന്ത്, നമ്മൾ എന്തിന് അത് ചെയ്യുന്നു, നമ്മൾ എന്തിന് ഇത് ചെയ്യുന്നു, നമ്മളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കൂ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കൂ. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും മോഹങ്ങൾ ഒഴിയും. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ധാരാളം വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ മോഹങ്ങളായി മാറും. ശ്രദ്ധിക്കുക. എത്രയോ വിഷയങ്ങൾ നമ്മുടെ ചുറ്റിലും, വീട്ടിലും പുറത്തുമൊക്കെ. ഏത് കാര്യവും നമ്മുടെ ആഗ്രഹങ്ങളായും മോഹങ്ങളായും മാറും. അതുപോലെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ പരലോകത്തെക്കുറിച്ച് നമ്മൾ കുറെ അറിയും. നമ്മൾ മോക്ഷം, മുക്തി, നിർവാണം എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ കേൾക്കും. നമുക്ക് ഈ ഭൂമിയിലെ എല്ലാം വേണം. ഈ ഭൂമിയിലെ എല്ലാം നമുക്ക് വേണം. അതുപോലെ ക്രമേണ നമ്മൾ പറയും, എനിക്ക് മോക്ഷം വേണം, എനിക്ക് മുക്തി വേണം, എനിക്ക് നിർവാണം പ്രാപിക്കണം, എനിക്ക് സമാധി വേണം. ഇതെല്ലാം നമുക്ക് വേണം. അതായത് ഈ ഭൂമിയിലുള്ളതും വേണം, ഭൂമിയിൽക്കപ്പുറത്ത് പരലോകത്തുള്ളതും നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നിറയെ മോഹങ്ങൾ, പോരാഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള മോഹങ്ങളും കൂടെ നമ്മൾ ഇപ്പോഴേ നിറയ്ക്കുന്നു. നമ്മളിത് രണ്ടും ഒഴിവാക്കുക. ഭൂമിയിലെ മോഹങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കൂട്ടത്തിൽ വെറുതെ ചുമ്മാ ഇരുന്നു കൊണ്ട് മോഹം, മുക്തി, മോക്ഷം, നിർവാണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അതൊക്കെ അങ്ങ് ഈശ്വരന് വിട്ടുകൊടുക്കുക. പ്രപഞ്ച നിയമം എന്താണോ അത് നടപ്പിലാവട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ നേരത്തെ പറഞ്ഞ മാതിരി സിമ്പിൾ ഒരു ജീവിതം നയിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ലോകം മുഴുവനും പാഞ്ഞു നടന്ന് നമുക്ക് മുക്തി നേടാനുള്ള ശ്രമമൊക്കെ അവസാനിപ്പിക്കുക. യോഗാഭ്യാസം നടത്തിയാൽ മുക്തി കിട്ടും, യോഗാസനങ്ങൾ നടത്തിയാൽ അത് കിട്ടും, ധ്യാനം പിന്നെ അത് കിട്ടും, പ്രാണായാമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പലതും കേൾക്കും. ഇത് ഓരോന്നായി ചെയ്യാൻ നമ്മൾ ഓടും. ഒരു കാര്യവും നമ്മൾ പൂർത്തീകരിച്ച് ചെയ്യാറില്ല. അത് വേറെ കാര്യം. ഏകാഗ്രതയോടെ നമ്മൾ ചെയ്യാറില്ല. നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് ഓടുകയാണ്. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും, പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും, ഒരിടത്തൊരു ഗുരു ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓടും. എവിടെയും നമ്മൾ ഓടുകയാണ്. ഓട്ടം മാത്രമേ ഉള്ളൂ. സമാധാനത്തോടെ ശാന്തിയോടെ ഒരിടത്തിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷവും മുക്തിയും വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സ് നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നതാ.
ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് കാറ് വേണം, വീട് വേണം, ലോട്ടറി ടിക്കറ്റ് വേണം, നമുക്ക് അത് വേണം, ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് പറയുന്നു, നിനക്ക് ഇവിടെ നിന്ന് പോയിട്ട് നിനക്ക് സ്വർഗം, നിന്നെ സ്വർഗം കാത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ സ്വർഗത്ത് പോകുമെന്നാണ്. ഇവിടെ മരിച്ച ആൾക്കാർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ സ്വർഗീയനായ എന്നൊക്കെയാണ്. നരകീയനായ എന്ന് പറയാറില്ല. നരകത്തിൽ പോകാൻ ആളില്ല. നമ്മളാരും ഒരിക്കലും ഇവിടെ പോകുന്ന പ്രശ്നമില്ല, നരകത്തിൽ പോകുന്ന പ്രശ്നമില്ല. നമ്മളെല്ലാം കമ്പൽസറി ആയി പോകുന്നത് സ്വർഗത്തിലോട്ടാണ്. അത് നമ്മുടെ വേറൊരു മോഹമാണെന്ന് മനസ്സിലാക്കൂ. അതൊക്കെ അങ്ങ് വിട്ടിട്ട് ഇവിടെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ ശ്രമിക്കൂ.